ചത്തുപോയി, ലെവലെല്ലാം പോയി. ഞാൻ എന്തായെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഈ ലെവൽ കളക്ട് ചെയ്യാൻ വേണ്ടി മോപ്പ് ഫാമിൽ പോയി. മോപ്പ് ഫാമിൽ പോയിട്ട് താഴോട്ട് എടുത്ത് തുള്ളി വെള്ളത്തിൽ വീണു. അവിടെ നെറ്റ് വീങ്ങാൻ ക്രാഷ് ആയെന്ന് വേണം പറയാം. അപ്പോൾ ഞാൻ ചത്തുവാണ്. പിന്നെ കയറുമ്പോൾ ഞാൻ ചത്തിട്ട് നമുക്ക് കുറച്ച് ടൂൾസ് ഉണ്ടാക്കണം. എൻ്റെ ടൂൾസൊക്കെ ഡീസ്പോൺ ആയിപ്പോയി. ഞാനൊന്നുകൊണ്ട് ഈ ടൂൾസ് ഉണ്ടാക്കാനുള്ള അയൺ കാര്യങ്ങളൊക്കെ ഇടുന്നത് കളക്ട് ചെയ്യട്ടെ. കുറച്ച് അയൺ മതിയാണെന്ന് തോന്നുന്നു. കുറച്ച് അയൺ മതി. നമുക്ക് പോയിട്ട് ഇത് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് നേരെ പോയിട്ട് ഒരു ടൂൾസ് കാര്യങ്ങളൊക്കെ ആക്കാം. അപ്പോൾ വീഡിയോ കാണുന്നുള്ളവർ ലൈക്ക് ചെയ്യുക, പിന്നെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. കേസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നത് മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ടൂൾസ് ഉണ്ടാക്കാൻ സ്റ്റിക്ക് എടുക്കട്ടെ. പിന്നെ എൻ്റെ ചാനലിൽ എത്ര മണിക്ക് വീഡിയോ ഇടണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ സാധാരണ എന്നും കൃത്യം 7 മണിയാകുമ്പോൾ എൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ആകുന്നതായിരിക്കും, നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സമയം പറ, അപ്പം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. എൻ്റെ ചാനലിലത്തെ വീഡിയോസ് നിങ്ങൾ എത്ര മണിക്കാണ് അധികം കാണാറ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എത്ര മണിക്കാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതേപോലെ എനിക്ക് ടൈം എടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാം. നമുക്ക് നമ്മുടെ വില്ലേജിലോട്ട് പോകാം. ആദ്യം അയൺ വെച്ചിട്ട് ട്രെയിനിങ് ഹാളിലോട്ട് പോകാം. ഈ അയൺ വെച്ചിട്ട് നേരെ ട്രെയിനിങ് ഹാളിലോട്ട് പോകാം. ട്രെയിനിങ് ഹാളിലത്തെ എല്ലാവർക്കും ജോബും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഓഫ് ക്യാമറയിൽ നിന്ന് ചെയ്താണ്. ആർമറും കാര്യങ്ങളൊക്കെ, ഡയമണ്ടിൻ്റെ ആർമറും കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫ് ക്യാമറയിൽ നിന്ന് ചെയ്യാനാണ് നമ്മുടെ പ്ലാന്. ഇവിടെ എല്ലാവർക്കും ജോബ് കൊടുത്തു. എല്ലാ വേണ്ട ബുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ആക്കി വച്ചിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും ജോബ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡും എല്ലാവർക്കും ജോബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരുത്തനുണ്ട്, ഇവന് ജോബ് കൊടുക്കാത്ത, അവന് എന്ത് ജോബ് കൊടുക്കുമെന്ന് അറിയില്ല. അത് ബാക്കി വന്നൊരു വില്ലേജറാണ്. ഇവിടെ എല്ലാവർക്കും ജോബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ബോൺ മിൽ ഫാം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കമ്പോസ്റ്റർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഈ കയ്യിൽ കിട്ടുന്ന ഈ പൂവും ലീഡ്സും അതൊക്കെ നമുക്ക് ഇതാക്കാം, ബോൺ മീൽ ചെയ്തെടുക്കാം. അതേപോലെ ചെയ്തെടുക്കാനുള്ള സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ചെറിയൊരു ബിൽഡും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പറയും നമുക്ക് ഈ ഇത് വെച്ച് മാത്രമേ ബിൽഡ് ചെയ്യാൻ അറിയൂ, ഇങ്ങനത്തെ ബിൽഡ് മാത്രമേ ചെയ്യാൻ അറിയുമെന്ന് നിങ്ങൾ വിചാരിക്കും. ഗൈസ്, വരുന്ന എപ്പിസോഡിൽ എന്തായാലും നമ്മൾ നല്ല നല്ല ബിൽഡ് കൊണ്ടുവരാൻ നോക്കാം. ഓക്കെ, നമ്മൾ അങ്ങനെ പ്രൊഫഷണൽ ഒന്നുമല്ല ബിൽഡ് കൊണ്ടുവരേണ്ട, പ്രൊഫഷണൽ ഒന്നുമല്ല. ഇതൊരു ചെറിയൊരു ബിൽഡാണ് ഇവിടെ കൊണ്ടുവന്നത്. ബിൽഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു വീട് രീതിയിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ, ഇന്നത്തെ പരിപാടി നമുക്കൊരു ട്രീ ഫാം ഉണ്ടാക്കണം. ട്രീ ഫാം ഓട്ടോമാറ്റിക് ട്രീ ഫാം അല്ല, സാധാരണ നമ്മൾ വെട്ടുന്ന ഒരു സൈസ് ട്രീ ഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ പോർട്ടലും കാര്യങ്ങളൊക്കെ കാണും, നെതർ പോർട്ടൽ. അപ്പോൾ നമ്മൾ ഇന്നലെ നെതറിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ വഴിയൊക്കെ സെറ്റ് ചെയ്തത് അമരനാണ്. ഇന്നലെ നെതറിൽ പോയിട്ടുണ്ടായിരുന്നു. നെതറിൽ എന്തിനു പോയെന്ന് വെച്ചാൽ സോൾ സാൻഡ് ഒപ്പിക്കാനാണ്. അപ്പോൾ സോൾ സാൻഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്, വേണ്ടത്ര കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സോൾ സാൻഡ് കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ റൂയിൻഡ് പോർട്ടൽ, നെതർ പോർട്ടൽ എന്ന് വേണം പറയാം. ഇവിടെ എവിടെയോ ഗാസ്റ്റിനെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാം. മറ്റേ ഒരു ഗാസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്. അത് അമരനാണ് കിട്ടിയത്. അതിൻ്റെ അച്ചീവ്മെൻറ്റ് എനിക്ക് പൊട്ടിയിട്ട് ഞാൻ എന്ന് അതിൻ്റെ അച്ചീവ്മെൻറ്റ് പൊട്ടിക്കട്ടെ. ഓക്കെ, അതിൻ്റെ അച്ചീവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്കൊരു ട്രീ ഫാം ആക്കേണ്ട സ്ഥലത്തോട്ട് പോകാം. ട്രീ ഫാം കിട്ടുന്ന ഒരു ചെറിയൊരു റീപ്ലേ മോഡ് പോലെ കണ്ടിട്ട് വരാം അല്ലേ. കുറച്ച് സ്പീഡ്
ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും സൈനിങ് ഓഫ്.